നമസ്കാരം. മുസ്ലിങ്ങളെ പേരെടുത്ത് പറഞ്ഞ് പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രസംഗത്തിനെതിരെ കർണാടക ശിവാജി നഗറിലെ എം.എൽ.എ. റിസ്വാൻ അർഷാദിൻ്റെ മറുപടി ചർച്ചയാവുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് അതിരു കടന്നതും നാണം കെട്ടതുമായ പരാമർശമാണ് എന്ന് എം.എൽ.എ. പറയുന്നു. അദ്ദേഹം വളരെ ശക്തമായുള്ള രീതിയിലാണ് ഈ പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. കാരണം പ്രതിപക്ഷ കക്ഷികളടക്കം അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രാജസ്ഥാനിൽ നടന്ന ക്യാമ്പയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ വിദ്വേഷം പരത്തുന്ന ഒരു പരാമർശം മോദി നടത്തിയത്. മുസ്ലിങ്ങളെ കുടിയേറ്റക്കാരാണെന്നും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നവരുമാണ് എന്നാണെന്നൊക്കെയാണ് മോദി ആ പ്രസംഗത്തിൽ ആരോപിച്ചത്. വിദ്വേഷ പ്രസംഗത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ അതിര് കടന്നതും നാണം കെട്ടതുമായിട്ടുള്ള ഒരു പരാമർശമാണ് എന്നും പ്രധാനമന്ത്രിയോട് സഹതാപം മാത്രമാണ് തോന്നുന്നതെന്നും 10 നീണ്ട വർഷത്തെ ഭരണത്തിന് ശേഷം നിങ്ങൾക്കൊരു നേട്ടവും ചൂണ്ടിക്കാണിക്കാനില്ലല്ലോ എന്നും അധികാരത്തിലേറാൻ മുസ്ലിങ്ങളെ വെറുപ്പിലൂടെ ലക്ഷ്യം വയ്ക്കുകയാണ് എന്നും അങ്ങനെയെങ്കിൽ ഈ 10 വർഷവും നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം മരിച്ചു എന്ന് സങ്കല്പിക്കുക. എങ്കിൽ നിങ്ങളിനി ആരുടെ പേര് പറഞ്ഞ് വോട്ട് തേടും? പ്രധാനമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് എന്നാണ് ആ എം.എൽ.എയുടെ വാദം. സ്ത്രീകൾ അവരുടെ താലി വിൽക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഗതികേടിലേക്ക് ജനങ്ങൾ എത്തിയത് നിങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടായ പണപ്പെരുപ്പം കാരണമാണ് എന്നുകൂടി അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ പെട്രോൾ ഡീസൽ വില വർധനവ് മൂലമാണ് ഭക്ഷ്യധാന്യങ്ങളുടെ വില കൂടിയത് എന്നും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായത് എന്നും റിസ്വാൻ അർഷാൻ പറയുന്നു. ഈ 10 വർഷത്തെ നിങ്ങളുടെ പ്രധാന നേട്ടം എന്താണ് എന്ന ഒരേ ഒരു ചോദ്യമേ തനിക്ക് പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ളൂ എന്നാണ് റിസ്വാൻ എം.എൽ.എയുടെ വാദം. 10 വർഷത്തെ നിങ്ങളുടെ പ്രധാന നേട്ടം എന്ത്? അങ്ങനെ വലിയൊരു നേട്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും മുസ്ലിം സമുദായത്തിൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്നു? ഗുജറാത്ത് ദിനങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് മാറിയില്ല? പാർട്ടിക്ക് അതീതമായി നിങ്ങൾ വളർന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വളർന്ന വ്യക്തിക്ക് ഇത്ര തരം താണ തരത്തിലുള്ള ഒരു സംസാരം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇതാണോ നിങ്ങളുടെ സബ്കാ സാത്ത് സബ്കാ വികാസ്? നിങ്ങളുടെ എല്ലാ മുദ്രാവാക്യങ്ങളും പൊള്ളയാണ്. നിങ്ങൾ കള്ളത്തരങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയൊരു രാജ്യത്തിൻ്റെ ഇത്ര പരമോന്നത പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്രത്തോളം തരം താഴുന്നത് താൻ ആദ്യമായാണ് കാണുന്നത് എന്ന് കൂടിയാണ് റിസ്വാൻ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ റിസ്വാൻ അർഷാദിൻ്റെ വാദങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയാണ്. മുസ്ലിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു പ്രധാനമന്ത്രി, രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത് ശരിയാണ്? എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിലും ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് റിസ്വാൻ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങളില്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ വലിയ ശരിയെന്ന് പറയേണ്ടി വരും. കാരണം മുസ്ലിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് എന്തിനാണ് ഒരു രാജ്യത്തെ ഇങ്ങനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഭിന്നസ്വരം ഉണ്ടാക്കേണ്ടതിന് ആവശ്യകതയുണ്ടോ? മുസ്ലിങ്ങളും ഈ പാഴ്സികളും ജൈനന്മാരും സിഖുകാരും എന്തിന് ക്രിസ്ത്യനും ഹിന്ദുവും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള മതേതരത്വ മുഖമുള്ള ഒരു രാജ്യമല്ലേ ഇന്ത്യ? ആ രാജ്യത്ത് പ്രധാനമന്ത്രി മുസ്ലിങ്ങളെ മാത്രം പേരെടുത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? തീവ്ര ഹിന്ദു മനോഭാവം ഉള്ളതുകൊണ്ടാണോ? ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട, അവഹേളിക്കേണ്ട കാരണം എന്താണ്? ഇത് പ്രതിപക്ഷങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല വീണ് കിട്ടിയ ഒരു അവസരം പോലെ, ചിലപ്പോൾ ഒരു സ്ലിപ്പ് ഓഫ് ടങ്കായിരിക്കാം, എങ്കിൽ കൂടിയും പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് അത്തരത്തിലൊരു അത്തരത്തിലൊരു വാർത്ത വന്നപ്പോൾ അതിനെ പ്രധാനമന്ത്രി പറയുന്ന പോലെ എൻ്റെ 90 സെക്കൻഡുള്ള വാർത്ത, എൻ്റെ 90 സെക്കൻഡുള്ള ഒരു വർത്തമാനത്തെ ഈ പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? ഇന്ത്യ മുന്നണിക്ക് എൻ്റെ 90 സെക്കൻഡ് വാർത്തകൾ പോലും കേൾക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എന്നെ ഭയപ്പെടുന്നു എന്നല്ലേ എന്നുള്ള മോദിയുടെ ചോദ്യത്തിന് കൂടി റിസ്വാൻ അടക്കമുള്ളവർ മറുപടി പറയണ്ടേ? മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മുസ്ലിങ്ങൾ മരിച്ചാൽ നിങ്ങൾ ആരെക്കുറിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ആരെ പറഞ്ഞ് വോട്ട് തേടും എന്ന് പറയുന്നതും ശരിയെന്ന് വെക്കാം ഒരു വാദത്തിന് വേണ്ടി. പക്ഷേ ഇവിടെ 90 സെക്കൻഡ് പോലും, ഒരു മുഴുനീള പ്രസംഗത്തിനിടയിൽ 90 സെക്കൻഡ് പറയുന്ന ഒരു വാദത്തിനെ, ഒരു സംസാരത്തിൻ്റെ അകത്ത് വരുന്ന വാദത്തിനെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് മുസ്ലിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ 90 സെക്കൻഡ് പറയപ്പെടുന്ന വാദത്തെ മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഭയപ്പെടുന്നതുകൊണ്ടല്ലേ? നിങ്ങൾ മോദിയെ ഭയപ്പെടുന്നത് കൊണ്ടല്ലേ എന്ന് മോദി തന്നെ ചോദിക്കുമ്പോൾ അതിനുകൂടി ഉത്തരം പറയൂ റിസ്വാനും റിസ്വാൻ്റെ പ്രതിപക്ഷ കക്ഷികളും. ഈ പറഞ്ഞ വാദങ്ങളെയൊന്നും തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല, പക്ഷേ മുസ്ലിങ്ങളെ പേരെടുത്ത് ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്ഷേപം തന്നെയാണ് എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. എൻ്റെയും വാദം അത് തന്നെയാണ്. പക്ഷേ മുസ്ലിങ്ങൾ മരിച്ചു പോകുന്നൊരു കാലഘട്ടത്തിൽ, ആരുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആരുടെ പേര് പറഞ്ഞ് നിങ്ങൾ വോട്ട് തേടുമെന്ന് പറയുന്നതിനെയും ഞാൻ അനുകൂലിക്കുന്നു. മാത്രമല്ല അതിനെ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയും ചെയ്യാൻ എങ്കിൽ കൂടിയും 90 സെക്കൻഡ്, ഒരു വലിയ മുഴുനീള പ്രസംഗത്തിനിടയിൽ നിന്ന് 90 സെക്കൻഡ് അടർത്തി മാറ്റി ആ 90 സെക്കൻഡിൻ്റെ ഭയം,
അത് നിങ്ങളിങ്ങനെ മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞു വെച്ചാൽ അതുമാത്രമാണോ പ്രധാനമന്ത്രി പറഞ്ഞത് എന്ന് ചിന്തിക്കുക. അതിനകത്തുള്ള അകക്കാമ്പ് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമല്ലേ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടത്.